നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ നാദിർ ഷായെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു. എന്നാൽ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലാണെന്ന് നാദിർ ഷാ പോലീസിനെ അറിയിച്ചു. അതിനിടെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നാരോപിച്ച് നാദിർ ഷാ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. നാദിർ ഷാ പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ തെളിവ് നശിപ്പിച്ചുവെന്ന് പോലീസ് കോടതിയെ അറിയിക്കും. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ സംവിധായകൻ നാദിർ ഷായെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നാദിർ ഷായ്ക്ക് ഇന്നലെ പോലീസ് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാദിർ ഷാ ചൂണ്ടിക്കാട്ടുന്നു, പോലീസ് ആരെയും ഇതുവരായിട്ട് ഭീഷണിപ്പെടുത്തിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് ആളൂർ, ലിബർട്ടി ബഷീർ, MA നിഷാദ്, സുഭാഷ് ബാബു തുടങ്ങിയവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ ലിബർട്ടി ബഷീർ, സിനിമാക്കാരിപ്പോൾ നിരനിരയായി ജയിലിൽ ചെന്ന് ദിലീപിനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നാദിർ ഷായും പ്രതിയാകാൻ പോവുകയാണോ? നികേഷ്, നാദിർ ഷാ പ്രതിയാകാൻ പോകുന്നത് നാദിർ ഷാ കഴിഞ്ഞ തുടക്കം മുതലേ 10-13 മണിക്കൂറോളം ചോദ്യം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അതിൽ നമുക്ക് പുതിയൊരു അതിശയോക്തിയൊന്നും ഇല്ല. നാദിർ ഷാ പ്രതിയാകും അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലോ. പക്ഷെ നാദിർ ഷാ എന്ത് പോലീസ് മുറയിലും ചോദ്യം ചെയ്താലും ദിലീപിനെതിരായിട്ട് ഒരു മൊഴിയും നാദിർ ഷാ കൊടുക്കില്ല എന്ന് 1000 തവണ ഉറപ്പാണ്. കാരണം അവർ തമ്മിലൊരു ബന്ധം എത്രയോ ചെറുപ്പകാലത്ത് സിനിമയിൽ വരുന്നതിന് മുമ്പേ മിമിക്രിയിലൂടെ വന്ന ആൾക്കാരാണ് ദിലീപും നാദിർ ഷായും. അവർ രണ്ട് ഹൃദയവും ഒരു മനസ്സുമാണ്. എന്തൊക്കെ പ്രലോഭനം കൊടുത്താലും നാദിർ ഷാ ദിലീപിനെതിരായിട്ട് ഒരു മൊഴിയും കൊടുക്കാൻ പോകുന്നില്ല. അന്നും കൊടുക്കാൻ പോകുന്നില്ല, ഇന്നും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ അറസ്റ്റിലേക്കാണ് പോകുന്നത്. അതാ ദിലീപിന് ശേഷം ഇപ്പോ നാദിർ ഷായുടെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ദയവായി തുടരുക. പോലീസുകാരനോട് തന്നെ ആ കാര്യം ചോദിക്കേണ്ടതുണ്ട്. ശ്രീ സുഭാഷ് ബാബു, പോലീസ് നാദിർ ഷായെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. നാദിർ ഷാ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ആശുപത്രി കയറി കിടക്കുന്നു. എന്നിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു ഹൈക്കോടതിയിൽ. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന്. പോലീസ് അതിന് മറുപടി കൊടുക്കുന്നു, നാദിർ ഷാ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന്, അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നിഷേധിക്കണമെന്ന്. ഇതിൻ്റെ അർത്ഥം ദിലീപിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഹൈ പ്രൊഫൈൽ അറസ്റ്റ് നാദിർ ഷായുടേതാണ് എന്നല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും വിശ്വസിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാദിർ ഷായിലൂടെയാണ് ഈ കേസ് പുറത്തേക്ക് വരുന്നത്. കാരണം ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്നും ആ ഗൂഢാലോചനയിൽ പണം നൽകാമെന്നും ആ പണം തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് ഫോൺ മുഖാന്തരമായാലും ശരി, കത്ത് മുഖാന്തരമായാലും ബന്ധപ്പെടാൻ ശ്രമിച്ചത് ആ വ്യക്തിയാണ്. അതുകൊണ്ട് ആ നാദിർ ഷാ എന്ന് പറയുന്ന വ്യക്തി ഈ കേസിലെ പ്രത്യേക ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിതനാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് മൊഴിയെടുക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹം ദിലീപിനെതിരെ ഒരു മൊഴി നൽകാൻ യാതൊരു സാധ്യതയില്ല. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്ര നാളും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകളും അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ആളുകളും അദ്ദേഹം ബന്ധപ്പെടുന്ന ആളുകളെയും ഒക്കെ നിരീക്ഷിച്ചതിന് ശേഷം എന്തെങ്കിലും തെളിവ് അവരിൽ നിന്ന് കിട്ടുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് താമസിപ്പിച്ചിരുന്നത്. പക്ഷെ അത് ലഭിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം അദ്ദേഹം അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യും. കാരണം വിദഗ്ധമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അവർ ഓരോ പ്രവർത്തികളും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാദിർ ഷാ എന്ന് പറഞ്ഞ വ്യക്തിയെ പോലീസിന് അനുകൂലമായി, പ്രോസിക്യൂഷന് അനുകൂലമായിട്ടൊരു തെളിവ് കൊടുക്കുന്നില്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെ പ്രതിയാക്കാതിരിക്കാൻ പോലീസിന് വേറെ ഒരു മാർഗവുമില്ല, ആക്കിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് സെക്ഷൻ 41A പ്രകാരമാണ് നോട്ടീസ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റിൻ്റെ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. 160 അനുസരിച്ച് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിയല്ലാത്തതുകൊണ്ട് 160 അനുസരിച്ച് കൊടുക്കാം. പക്ഷേ അത് കൊടുത്താലും അദ്ദേഹം ഹാജരായാലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു അറസ്റ്റിലേക്ക് വഴിതെളിക്കുന്നതിൻ്റെ സൂചനയായിട്ട് കൊടുത്ത നോട്ടീസ് ആകുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിയണമെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലും അതുപോലെ തന്നെ അസുഖം നടിച്ച് ഹോസ്പിറ്റലിൽ പോവുകയും അതുപോലെ ആൻറ്റിസിപ്പേറ്ററി ബെയിലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഡിഫൻസ് അതാണ്. അതുകൊണ്ട് അത് സ്വീകരിച്ചു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അറസ്റ്റും മറ്റു കാര്യങ്ങളും ഇനിയിപ്പോൾ പോലീസും ചെയ്യുള്ളൂ. അതുവരെ പോലീസ് ഒരു സാവകാശം നൽകേണ്ടി വരും എന്നാണ്. ദിലീപിന്റെ അറസ്റ്റിന് ശേഷം ഇപ്പോൾ 90 ദിവസത്തിന് മുമ്പ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റപത്രം സമർപ്പിക്കണം. അതിന് എല്ലാ ചോദ്യം ചെയ്യലും എല്ലാ തെളിവ് ശേഖരിക്കലും ഇപ്പോൾ പൂർത്തിയാക്കി വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാദിർ ഷായോട് 13 മണിക്കൂർ ചോദ്യം ചെയ്ത
ആ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് നാദിർ ഷാ നൽകിയ ഉത്തരം, ആ ഉത്തരം ഇപ്പോൾ പോലീസ് അവാസ്തവമാണ് എന്ന് കണ്ടെത്തുന്നു. വീണ്ടും അതേ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നു. നാദിർ ഷാ കളവാണ് പറയുന്നത്, തെളിവ് നശിപ്പിക്കുന്നതിന് ദിലീപിനോടൊപ്പം കൂട്ടുചേർന്നിട്ടുണ്ട് എങ്കിൽ നാദിർ ഷായെ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക, എന്നിട്ട് കുറ്റപത്രത്തിന്റെ അവസാന മിനുക്കുപണികളിലേക്ക് പോലീസ് നീങ്ങുക. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് നാദിർ ഷായെ തേടുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ രീതിയിൽ പോലീസിന് മാറാൻ പറ്റുള്ളൂ, അല്ലാതെ പോലീസിനൊന്നും ചെയ്യാൻ ഈ അവസരത്തിൽ സാധിക്കില്ല. അതുപോലെ തന്നെ അപ്പുണ്ണി എന്ന് പറഞ്ഞ വ്യക്തിയും ഇതേ അവസ്ഥയിലുള്ള ആളാണ്. അതുകൊണ്ട് എന്തു വന്നാലും ശരിയെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികളുടെ കാര്യത്തിൽ പോലീസിന് അനിവാര്യത തന്നെയാണ്. അതുകൊണ്ട് അവർ എന്തായാലും ദിലീപിനെതിരെ ഒരു തെളിവ് കൊടുക്കാൻ വഴിയില്ല. അവർക്ക് എന്തെങ്കിലും ഇതിനകത്തിൽ യാഥാർത്ഥ്യങ്ങൾ അറിയാമെങ്കിൽ പോലും കൊടുക്കില്ല. കൊടുക്കാത്ത സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാൻ പറ്റില്ല. അവരെ സാക്ഷിയാക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ പ്രതിയാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ കേസിന് ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് പോലീസ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പോലീസ് ആ ഒരു പരീക്ഷണത്തിൽ പോവില്ല. അതുപോലെ തന്നെ ഈ 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്താൽ ജാമ്യം കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തോണം എന്നെവിടെയില്ല. പക്ഷെ എന്തായാലും സ്വാഭാവികമായിട്ടുള്ള ജാമ്യത്തിലേക്ക് ദിലീപ് പോകുമ്പോൾ പോലീസിന്റെ മുഖം വികൃതമാകുമല്ലോ, അത് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കും എന്ന് വേണം കരുതാൻ. അതിനോടൊപ്പം തന്നെ ശ്രീ സുഭാഷ് ബാബു, നോക്കൂ, പോലീസും ജയിലും രണ്ട് രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? പോലീസിന് അറിയാം നാദിർ ഷായ്ക്കെതിരെ ഇന്ന ആരോപണങ്ങളുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നാദിർ ഷായുടെ മൂവ്മെന്റ് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നിരിക്കും. പക്ഷേ ഈ നാദിർ ഷാ ദിലീപിനെ കഴിഞ്ഞ ദിവസം ജയിലിൽ സന്ദർശിച്ചിരുന്നു. അതാണ് പിന്നീട് ഒരു പരമ്പര പോലുകൂടെ ബാക്കിയുള്ള നടന്മാരുടെയും സിനിമാ പ്രവർത്തകരുടെയും ജയിൽ സന്ദർശനത്തിന് വഴിയൊരുക്കുകയും ചെയ്തത്. എന്തിനാണ് ദിലീപിനെ ജയിലിൽ ഇട്ടിരിക്കുന്നത്? ദിലീപിന് പ്രതികളുമായി സമ്പർക്കം പുലർത്താൻ കഴിയാൻ പാടില്ല, എന്നിട്ട് മൊഴി ഒരുപോലെ ആക്കാൻ കഴിയാൻ പാടില്ല, തെളിവ് നശിപ്പിക്കാൻ പാടില്ല. വലിയ സ്വാധീനമുള്ള ദിലീപ് അടക്കമുള്ള നാദിർ ഷാ അടക്കമുള്ള മറ്റ് സിനിമാ പ്രവർത്തകരടക്കമുള്ളവരുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. പക്ഷേ ജയിൽ അധികൃതർ എന്താണ് ചെയ്യുന്നത്? ഇവരെല്ലാം നിരന്തരമായി ദിലീപിനെ കാണിച്ചു കൊടുക്കുന്നു. ദിലീപ് നാദിർ ഷാ അടക്കമുള്ളവരുമായി സംസാരിക്കുന്നു എന്ന് വരികിൽ ഈ പ്രോസിക്യൂഷൻ പോലീസ് പ്രവർത്തിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് ജയിൽ അധികൃതർ പ്രവർത്തിക്കുന്നത് എന്ന് വേണോ മനസ്സിലാക്കാൻ. ആ നിലയിൽ ഒരുപക്ഷെ ഇവർക്ക് മൊഴി യോജിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ ഈ ജയിൽ സന്ദർശനം തന്നെ ധാരാളമല്ലേ? എന്തിനാണ് പിന്നെ പുറത്തു നിൽക്കുന്ന ദിലീപും അകത്തിരിക്കുന്ന ദിലീപും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അല്ല, ഇതിന് പോലീസും ജയിൽ വകുപ്പും രണ്ടും രണ്ടാണ്. അവർക്ക് പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈറാർക്കി ഒന്നുമില്ല. അപ്പോൾ പോലീസിൻ്റെ വഴിക്ക് ജയിൽ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകും. അതല്ലാതെ പോലീസിനെ ഇന്നത് ചെയ്യണമെന്ന് നേരിട്ട് അവരോട് നിർദ്ദേശിക്കാനോ അതനുസരിക്കാനോ ജയിലുകാർക്ക് യാതൊരു ബാധ്യതയുമില്ല. അതുകൊണ്ട് നിയമപരമായിട്ട് ഇപ്പം തീവ്രവാദ കേസുകളിൽ വെച്ച് ബാക്കിയുള്ള ആളുകളെയൊക്കെ സന്ദർശിക്കാൻ ജയിൽ നിയമം അനുവദിക്കുന്നത് കൊണ്ട് ആ വ്യക്തികളെ സന്ദർശിക്കുന്നതിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാധീനിക്കുന്നുണ്ടാവും, വേറെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് നിഷേധിക്കാൻ ജയിൽ വകുപ്പിന് സാധ്യമല്ല. അതുകൊണ്ട് അവരെ കാണിച്ചേ പറ്റൂ. അതിന് സമയം ക്രമീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവർ സംസാരിക്കുന്ന കാര്യം രഹസ്യമായിട്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ട നടപടികളൊക്കെ പോലീസിന് കോടതിയിൽ പറയാം. കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് വേണ്ട നിയന്ത്രണം രഞ്ജിത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യത്തിലോ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും ജയിൽ സന്ദർശക സമയത്താണ് എങ്കിൽ അത് അവരെ ജയിലിലേക്ക് കടത്തിവിടാതിരിക്കാൻ കഴിയില്ലായിരിക്കും സാങ്കേതികമായി. പക്ഷേ പോലീസ് സംശയിക്കുന്നയാളാണ് നാദിർ ഷാ എന്ന് ഇന്നത്തോടുകൂടി നമുക്ക് ബോധ്യമായല്ലോ. പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് നാദിർ ഷാ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, നാദിർ ഷാ പുതിയ സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് 3-4 ദിവസം മുമ്പ് ജയിലിൽ കയറി ദിലീപുമായി മിനിറ്റുകൾ സംസാരിച്ചത് എന്ന് വരികിൽ അത് ഈ നിയമവ്യവസ്ഥ തടയുന്നില്ല എന്നും ആകാമെന്നാണോ അങ്ങനെ രണ്ട് പ്രതികൾ തമ്മിൽ? അല്ല, അതിൽ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതായിരുന്നു. പക്ഷേ അത് വരുത്തുന്നതിന് നിയമപരമായി കുറേ തടസ്സങ്ങളുണ്ട്. കാരണം നാദിർ ഷാ പ്രതിയല്ല. അതുപോലെ തന്നെ നാദിർ ഷാ പ്രതിയാക്കി ആ പ്രതിയുടെ റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടില്ല. കോടതിയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നിർദ്ദേശവും പോലീസിന് കൊടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല, പോലീസ് കൊടുത്തിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ പറയുന്ന വ്യക്തികൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന അവസരത്തിൽ പല കാര്യങ്ങളും അവരിലൂടെ പുറത്തു വന്ന് ചെയ്യാൻ സാധിക്കും. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുമായി തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
നിയമപരമായി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പോലീസ് ചെയ്തില്ല എന്നുള്ളതാണ്. അത് പോലീസ് ബോധപൂർവമായിട്ട് വീഴ്ച വരുത്തിയെന്ന് നമ്മൾ കണക്കാക്കണ്ട. ശരി, ഞാൻ ഇപ്പോൾ നാദിർ ഷായെ പോലീസിന് എന്തിനാണ് ആവശ്യം? നാദിർ ഷായെ വേണമെങ്കിൽ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. നാദിർ ഷായെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. നാദിർ ഷാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും വരണമെന്ന് നാദിർ ഷായോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. നാദിർ ഷാ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അറസ്റ്റ്. ഇപ്പോൾ നാദിർ ഷായെ പോലീസിന് ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നാദിർ ഷാ തന്നെ പറയുന്നത്, എന്നോട് മാപ്പുസാക്ഷിയാകാൻ ആവശ്യപ്പെട്ടു, ഞാൻ വഴങ്ങുന്നില്ല, അതിന് പകരം ഞാൻ ദിലീപിന് അല്പം വിഷം വാങ്ങി കൊടുക്കുന്നതായിരിക്കും എന്ന് കർശന നിലപാട് നാദിർ ഷാ എടുത്തതോടുകൂടി നാദിർ ഷായെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് നാദിർ ഷായുടെ ഭാഷ്യം. ഇപ്പോൾ പോലീസിന് നാദിർ ഷായെ എന്തിനാണ്? നികേഷ്, ഒരു കാര്യം പറയട്ടെ. ഈ മാപ്പുസാക്ഷി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ പ്രതിയാക്കിയതിന് ശേഷമുള്ള നടപടിക്രമങ്ങളാണ്. ഒരു സാക്ഷി എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ 13 മണിക്കൂറിൻ്റെ അന്വേഷണത്തിൽ പോലീസിന് തെളിവുകൾ കിട്ടാതെ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് നടക്കാതിരുന്നത്. ഒരു പക്ഷേ അന്ന് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യൽ, ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഊന്നിയായിരിക്കും. അപ്പോൾ ദിലീപിലേക്കുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചെയ്യൽ നടത്തി. ഇന്ന് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം പുതിയ അന്വേഷണ തലങ്ങളിലേക്ക് അന്വേഷണം മാറുമ്പോൾ അതിൽ കൊണ്ടുവരുന്ന തെളിവുകൾ ഒരു പക്ഷേ ഈ പറയുന്ന നാദിർ ഷാക്കെതിരെ ഉള്ളതാകാം. അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള തെളിവുകൾ ഒരുപക്ഷെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മെഷീനറിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ പ്രതിയാക്കുകയാണ് പ്രോസിക്യൂഷൻ നല്ലതെങ്കിൽ ഈ പറയുന്ന നാദിർ ഷായെ പ്രതിയാക്കുകയും, അല്ല സാക്ഷിയായിട്ട് തുടരണം എന്ന് തോന്നുകയാണെങ്കിൽ സാക്ഷിയായി നിലനിർത്തും. ഈ സാക്ഷിയായി നിലനിർത്തിയത് കൊണ്ട് കോടതിയിൽ സാക്ഷിയായി കൊണ്ടുവരണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ 161 സ്റ്റേറ്റ്മെന്റ് അത് ഒരു പക്ഷേ മറ്റുള്ള പ്രതികൾക്കെതിരെയോ അല്ലെങ്കിൽ ഈ ദിലീപിനെതിരെ ഉപയോഗിക്കാമെന്ന് തോന്നുമെങ്കിൽ മാത്രമേ സാക്ഷിയാക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം തെളിവുകളാണ് ഈ പറയുന്ന ആദർശക്കെതിരെ എങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും, തെളിവുകൾ നിരത്തും. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അത്തരത്തിൽ തെളിവുകൾ ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കയ്യിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു നടപടിക്രമം, അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടിക്രമം, അതൊരു ഫോർമാലിറ്റി മാത്രമാണ്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസിന് പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. ഷെമെ നിഷാദ്, ഇപ്പോൾ സീനാകെ മാറിയിരിക്കുന്നു. സിനിമാ പ്രവർത്തകർ ആകെ തന്നെയും ദിലീപിനെ കാണാൻ പോകുന്നു, ദിലീപുമായി സംസാരിക്കുന്നു. പുറത്തു വന്നിട്ട് വലിയ തരത്തിൽ അട്ടഹാസങ്ങൾ പോലും, ജനപ്രതിനിധിയായ ഒരു MLA പോലും അട്ടഹാസം പോലും നടത്തുന്നു. അപ്പോൾ ആ സീൻ മാറിയതുകൊണ്ട് തന്നെ ഒരു ഭീഷണി ഇപ്പോൾ സിനിമാ രംഗത്ത് ആകെയില്ലേ. ഇനി ഒരാൾ പോലും നേരത്തെ ഉള്ളതിൽ നിന്ന് അല്പം ദിലീപിനെ രക്ഷിക്കുക, ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, അത് ഞങ്ങളോട് ജയിൽ സൂപ്രണ്ട് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന നിലയിലുള്ള പ്രചരണമാണ് പോയി വന്നവരെല്ലാം തന്നെയും പറയുന്നത്. ജയിൽ സൂപ്രണ്ട് പറഞ്ഞതായി ചിലർ കോട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ജയിൽ സൂപ്രണ്ടിനെ കണ്ടു, ഒരു പ്രതിയായ ആളെ, അതായത് ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ദിലീപ് ആ നിലയിൽ കുറ്റം ചെയ്തയാളല്ല, നിങ്ങൾ സിനിമാക്കാർ എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷിക്കണം എന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞതായിട്ടാണ് പല സിനിമാ പ്രവർത്തകരും പറയുന്നത്. അപ്പോൾ ആ നിലയിൽ സിനിമാ പ്രവർത്തകരിലെ വലിയ വിഭാഗം ആളുകൾക്ക് ദിലീപ് ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞ് ബോധ്യപ്പെട്ടു എന്നും ഇനി ദിലീപിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് എന്നും അതിന് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനകത്ത് ഇന്ന ആളുകൾ വിഘടിച്ച് നിൽക്കുന്നുണ്ട്, അവരെ കൂടി ഒപ്പം ചേർക്കുക, ഇനി ആരെങ്കിലും അനുസരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പഴയ കേസുകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്നൊരു നില ഇപ്പോൾ സിനിമയിലുണ്ടോ? ഇല്ല, സിനിമയിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സീനൊക്കെ മാറി ഒരു ചെറിയ ട്വിസ്റ്റൊക്കെ വന്നു തുടങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് സിനിമാ രംഗത്തുള്ളവർക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തിട്ടുണ്ട്. ഇത് ദിലീപിനെതിരെ വല്ല ഗൂഢാലോചന ഉണ്ടോ, ദിലീപ് തന്നെയാണോ പ്രതി എന്ന് ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാദിർ ഷായുടെ വിഷയം തന്നെ വന്നിരിക്കുന്നു. ഇപ്പോൾ സുഭാഷ് ബാബു സാറ് പറഞ്ഞ് അത് പോലീസ് അറസ്റ്റിലേക്കുള്ള വഴിയാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ പറയാൻ പറ്റത്തില്ല. പോലീസിൻ്റെ ഭാഷ്യം വന്ന ശേഷം മാത്രമേ അത് അറസ്റ്റാവൂ,
അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നാദർഷ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസുമായിട്ട് സഹകരിക്കുക ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിലൊന്നും നാദർഷ ഇൻവോൾവ് അല്ല എങ്കിൽ പിന്നെ നാദർഷയ്ക്ക് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പോലീസിൻ്റെ അറസ്റ്റ് നേരാൻ വേണ്ടി തന്നെയാണ് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സിനിമാക്കാരുടെ ഇടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിലീപ് അങ്ങനെ ചെയ്യുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് രണ്ട് വേർഷനുണ്ട്. അതായത് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ലിബർട്ടി ബഷീർ, ആദ്യം സിനിമാ പ്രവർത്തകർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ദിലീപ് ഇങ്ങനെ ചെയ്യില്ല എന്ന്. ദിലീപിനെതിരെ പോലീസ് ആരോപണം ഉന്നയിച്ചപ്പോഴും ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും പിന്നീട് പത്രവാർത്തകൾ വന്നപ്പോഴും എല്ലാം ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ അമ്മയുടെ യോഗത്തിൽ പല അമ്മ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരോട് പോലും ശണ്ടയിട്ടത്. പക്ഷെ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ മമ്മൂട്ടി പോലും, ജനറൽ സെക്രട്ടറി മമ്മൂട്ടി പോലും പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ സ്കാൻ ചെയ്യാൻ വകുപ്പില്ല എന്നാണ്. ഈ ക്രിമിനലുകൾ അമ്മയിൽ കടന്നുകൂടിയിട്ടുണ്ടോ, സിനിമാ നടന്മാരായി മാറിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സംവിധാനം നമുക്കില്ല എന്നാണ്. ആ ഘട്ടം കഴിഞ്ഞു. അതായത് ആ നിലയിൽ അവർക്ക് പോലീസിൻ്റെ ആക്ഷനിൽ അവർക്ക് ആ നിലയിൽ ബോധ്യപ്പെട്ടു. പോലീസ് നിയമത്തിൻ്റെ മുന്നിലാണ്, നിയമവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിലപാടെടുത്തു. പക്ഷെ പോകെ ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ് എന്ന് മുമ്പ് മാധ്യമങ്ങളോട് ആക്രോശിച്ച MLA തന്നെ ജയിലിന് മുന്നിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങളിലേക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളിലേക്ക് മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി അഥവാ വിഘടിച്ച് നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ, ഇപ്പോഴും വിമതത്വം ഉയർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് എങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നില ഇപ്പോൾ സിനിമാ രംഗത്ത്, സിനിമയുടെ അകത്തളങ്ങളിൽ, ഇടനാഴികളിൽ ഉണ്ടോ ശ്രീ ലിബർട്ടി ബഷീർ? നിതീഷ് എന്തൊരു വാക്കാണ് പറയുന്നത്. നിതീഷ് ഒരു കാര്യം മനസ്സിലാക്കി, അന്നത്തെ ജനബോഡിയിൽ നിതീഷ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് എതിർത്ത അതേ ആൾക്കാരുടെ ഇന്നും ദിലീപിനെ അനുകൂലമായിട്ട് സംസാരിക്കുന്ന MLA, അതിൽ നിശബ്ദമായിട്ടിരിക്കുന്നത് മുകേഷ് എന്ന MLA മാത്രമാണ്. മുകേഷിന് തലപ്പത്തിൽ നിന്ന് പാർട്ടി ഇത് വാണിംഗ് കിട്ടി, അതിന് അങ്ങനത്തെ വേണ്ടത്തുനിന്ന് പോകാൻ പാടില്ല, പോയാൽ പാർട്ടി കാണില്ല എന്നൊരു വാണിംഗ് കിട്ടിയിട്ട് മുകേഷ് അത് നിശബ്ദമായി. ഗണേഷ് കുമാർ അന്നും ദിലീപിനെ അനുകൂലമായിട്ട് സംസാരിക്കുന്നത് ഇന്നും അനുകൂലം സംസാരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നികേഷ് മനസ്സിലാക്കണം, എപ്പം ഒരു MLA ഇടതുപക്ഷത്തിന്റെ സഹായത്തോട് ജയിച്ച ഒരു MLA പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കുന്നതിലെ ബെഞ്ഞാനത്തെ പത്രപ്രസ്താവന വന്നതോടുകൂടി പോലീസ് വീണ്ടും പോലീസിനെ പ്രകോപിക്കുന്നത്. പിന്നെ പോലീസ് എന്നും കൂടുതൽ തെളിവിലേക്കും കൂടുതൽ അറസ്റ്റിലേക്ക് പോകും. അല്ലെങ്കിൽ പോലീസ് മുഖം രക്ഷിക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രി ഈ കള്ളക്കേസാക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിന്റെ സ്ഥിതി എന്താവും? രാജിവെക്കേണ്ടതുണ്ട്. ജനങ്ങൾ വിടുവോ? പ്രതിപക്ഷം വിടുവോ? ഈ പറഞ്ഞ നിങ്ങൾ ചായന്താർ വിടുവോ? അപ്പൊ ഈ നമ്മളിപ്പോൾ വലിയ ഒരു അതിശയോക്തിയുള്ള കാര്യമില്ല. നാദിർഷാനെ പിടിച്ച് അറസ്റ്റ് ചെയ്താലും ഇതൊക്കെ നേരത്തെ അന്ന് 13 മണിക്കൂർ ചോദ്യം ചെയ്ത പോലെ തന്നെ എല്ലാ രൂപവും നാദിർഷ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നാദിർഷ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിന്നില്ല. നാദിർഷ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കലും നാദിർഷ നിങ്ങൾ എന്തൊക്കെ പോലീസ് മർദ്ദനം ഏൽപ്പിച്ചാലും ദിലീപിനെതിരായിട്ട് ഒരു മറുപടി നാദിർഷ കിട്ടുന്നൊരു പ്രതീക്ഷ നിങ്ങൾ പത്രക്കാരൻ വിചാരിക്കേണ്ട, പോലീസും വിചാരിക്കേണ്ട. ഇവിടെ പോലീസ് ഇതിനകത്ത് നാദിർഷ എന്നുള്ള നിലയിലല്ല ഈ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പോലീസ് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൾസർ സുനിയുടെ നീക്കങ്ങൾ പരിശോധിച്ച് പൾസർ സുനിയുമായി സമ്പർക്കം പുലർത്തി പൾസർ സുനിക്ക് ആശയവിനിമയത്തിന് ഉപാധികൾ വെച്ചുകൊടുത്ത് പോലീസ് കെണിയൊരുക്കുകയായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതൊക്കെയാണ് പോലും CD-യിൽ ഉള്ളത്. അപ്പോൾ നാദിർഷയെ ആയാലും ദിലീപിനെ ആയാലും ആ 13 മണിക്കൂർ ചോദ്യം ചെയ്യലിനിടയിൽ ഈ തെളിവുകൾ വെച്ചാണ് പോലീസ് ഓരോ കാര്യങ്ങൾ ചോദിച്ചത്. അവിടെയാണ് അവർക്ക് ഉത്തരം മുട്ടിയത്. പക്ഷേ അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. പിന്നീട് വേറൊരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് താങ്കൾ പറയുന്നത് പോലെ നാദിർഷ എന്ത് സാഹചര്യത്തിലും ദിലീപിനെതിരെ മൊഴി കൊടുക്കില്ല എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് തെളിവുകൾ വെച്ച് കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ നാദിർഷ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് നാദിർഷ പോയി റിനെ മെഡിസിറ്റിയിൽ പോയി അഡ്മിറ്റ് ആയിരിക്കുന്നത്. പറയുന്നത് അസുഖം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. അസിഡിറ്റിക്ക് അഡ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യം നാദിർഷ കൃത്യമായി മനസ്സിലാക്കുന്നു. ഒന്നുകിൽ ചോദ്യം ചെയ്ത് താൻ പറയേണ്ട കാര്യങ്ങൾ, ഈ കോൺഫ്രണ്ടേഷൻ വരുമ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ എന്നെ കസ്റ്റഡിയിലെടുക്കും, അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഈ ചോദ്യം ചെയ്യുക, അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള മറുപടി പറയുക എന്ന നിലയല്ല എന്ന് ശ്രീ ലിബർട്ടി ബഷീർ താങ്കൾക്കും അറിയാം.
നിതീഷ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരെ നിങ്ങളിപ്പോ ഇതൊക്കെ പറയുന്നത് അവിടെ പോലീസിലെടുത്ത മൊഴിയിൽ ദിലീപിന്റെ ഇത്ര ദിവസം മണിക്കൂറുകളും ചോദ്യം ചെയ്തിട്ട് ദിലീപിന്റെ സമ്മത മൊഴി ഉണ്ടാവില്ല. ദിലീപ് അല്ലെങ്കിൽ ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ മാതിരി തുടർച്ചയായിട്ട് ഞാൻ കുറ്റം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുമോ? അപ്പൊ അവിടെ ദിലീപിന്റെ മൊഴിയാണ് മതി. ദിലീപ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2-3 പ്രാവശ്യം മൈസൂരിന് മുമ്പ് ഇത് ആരാക്കിയിട്ട് പോലീസിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ആരോ എന്തെങ്കിലും പോലീസ് എന്തെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ട് പോലീസിനെ പറ്റി ഒരു കംപ്ലൈന്റും പറഞ്ഞില്ലല്ലോ. അപ്പൊ പറയാലോ പോലീസിന് എന്നൊക്കെ മറിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്റെ കുറ്റാരോപണം ഉന്നയിക്കാന്നില്ലേ. ഇത്ര 3-4 പ്രാവശ്യം മൈസൂരിട്ട് ചോദിച്ചിട്ടില്ലേ എന്താ പോലീസിനെ പറ്റി ഒക്കെ പറയേണ്ടതുണ്ട്. അന്നേരം ഒന്നും ഇല്ലാത്ത പോലീസിനെ കുറ്റം പറയാത്ത ഇപ്പൊ എന്താ പോലീസിനെ കുറ്റം പറയുന്നത് കള്ളമൊഴി കള്ളക്കേസിൽ ഉണ്ടാക്കിയെന്നുള്ളത്. ഇത് നേരത്തെ ഫസ്റ്റ് മൈസൂരിന് മുമ്പിൽ ആരാക്കിയ പോലീസ് കള്ളക്കേസ് കുടിക്കാന്ന്. ശ്രീ സുഭാഷ് ബാബു, നോക്കൂ, യാതൊരു തെളിവുമില്ല എന്ന് സിനിമാക്കാരാകെ പറയുന്ന കേസായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. രഞ്ജിത്തിനെ പോലെ ഒരു സംവിധായകൻ ദിലീപിനെ കാണാൻ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സിനിമാ രംഗത്തെ പ്രമുഖരായ ആളുകൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമായി തന്നെ നേരിട്ട് സംസാരിക്കുന്നു. ഈ അന്വേഷണം നടക്കട്ടെ, പക്ഷെ അതിനൊപ്പം ചില എക്സ്റ്റൻഷൻ കൂടി ആവശ്യപ്പെടുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിൽ സൂപ്രണ്ട് വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നു. എല്ലാ സിനിമാക്കാരും അവിടെ എത്തുന്നു. ഓണക്കോടിയുമായി പോലും ആളുകൾ എത്തുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ഇളഭ്യരായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന്, നേരത്തെ ശ്രീ എം എ നിഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹത്തിന് ആകെ തന്നെയും ഇപ്പോഴൊരു തോന്നൽ വന്നു തുടങ്ങിയിരിക്കുന്നു. ദിലീപിനെ കുടുക്കിയതാണോ, ദിലീപിനെതിരെ ഗൂഢാലോചനയുണ്ടോ എന്ന്. അങ്ങനെ ഇളഭ്യരായ പോലീസ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണോ ഇപ്പോൾ നാദിർ ഷായുടെ കാര്യത്തിൽ? നാദിർ ഷായെ കൊണ്ട് പോലീസിന് മറ്റെന്ത് ഗുണമാണ് ഉണ്ടാവുക? ഇത്രയും കാലം നോക്കൂ, പൾസർ സുനിയെ പിടിച്ചതിന് ശേഷം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലീസ് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം എന്താണ്, നാദിർ ഷാ അതിൽ എന്ത് പങ്കാണ് വഹിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടായിരിക്കുമല്ലോ ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നാദിർ ഷായുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അദ്ദേഹം ബന്ധപ്പെടുന്ന ആളുകളെ നിരീക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നാദിർ ഷായെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കാനായത് എന്നൊക്കെ പറയുന്നത് അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതിനപ്പുറത്തേക്ക് ഇളിഭ്യരായ പോലീസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണോ? ഇല്ല, പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിനെ പിടിച്ചു നിൽക്കാനുള്ള തെളിവുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻപ്, അതായത് ആദ്യം ഈ കേസ് തുടങ്ങുന്ന അവസരത്ത് ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് ഈ കേസിനെ സംബന്ധിച്ച് ആക്രമിക്കപ്പെട്ട നടിയെപ്പറ്റി ഉണ്ടായിരുന്ന പ്രതികരണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് എതിരെ സംഭവിച്ചു വേണ്ടിയിരുന്നത്. അത് അന്ന് അദ്ദേഹം അറിയില്ല, ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞതൊക്കെ പിന്നീട് ചില സാഹചര്യ തെളിവനുസരിച്ചിട്ട്, അതായത് സസ്പീഷനാണെങ്കിൽ സസ്പീഷനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എവിഡൻസ്, അതുകൊണ്ടത് ഫുൾ പ്രൂഫ് എവിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം കോൺസ്പിറസിക്ക് അവിടെ കണ്ടു ഇവിടെ കണ്ടു, അങ്ങനെ മറ്റേ സംസാരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞാലൊന്നും കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും വാക്ക് കൊണ്ടോ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു, പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് എനിക്ക് പണം കിട്ടണമെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷനാണ് ആദ്യം കൊടുക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് കോൺസ്പിറസിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എവിഡൻസ് ആക്ടിലെ തെളിവായിട്ട് കോടതിയിൽ വരുമ്പോൾ സ്വീകരിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ സിനിമാ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അദ്ദേഹത്തിനെ കള്ളക്കേസ് കുടിക്കുകയാണ്. ഇത് യഥാർത്ഥ പ്രതിയല്ല ഇദ്ദേഹം, ഈ കോൺസ്പിറസി അദ്ദേഹം അല്ല ചെയ്തിരിക്കുന്നത് എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സമൂഹത്തിനെ, അതിനോടൊപ്പം തന്നെ ഇത് കോടതിയും ശ്രദ്ധിക്കും. കോടതി ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനൊരു പുതിയ സാഹചര്യം ഉണ്ടാകുകയാണ്. പണ്ട് സമൂഹം മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ആളുകൾ വരെ അദ്ദേഹത്തിനെതിരായിരുന്നു. ഇപ്പോൾ അതല്ല, അത് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നമ്മൾ ഒരു അന്യായമായ രീതിയിൽ ഇട്ടു എന്ന് വരരുത് എന്ന് വിചാരിച്ചിട്ട് ജാമ്യം കിട്ടാനുള്ള അവസാനത്തെ ശ്രമമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ കിട്ടട്ടെ എന്നുള്ള രീതി ഒരു സമീപനം മാത്രമാണ് ഇതെന്നായിരിക്കും. എല്ലാ രംഗങ്ങളും അതിലുണ്ട്. ഞാൻ മടങ്ങിയെത്താം ശ്രീ സുഭാഷ് ബാബു. എല്ലാ രംഗങ്ങളും അതിനകത്ത്. അച്ഛൻ്റെ ശ്രാദ്ധം, ആ ചടങ്ങുകളിൽ ദിലീപ് പങ്കെടുക്കുന്നു. വളരെ ശാന്തമാണ് ഭാവം. ഇതാ നോക്കൂ, പുറത്തേക്ക് ഇറങ്ങി വരുന്ന KP ഗണേഷ് കുമാർ, നിങ്ങൾ എന്ത് വിവാദമുണ്ടാക്കിയാലും വേണ്ടില്ല, ഞാൻ നിരപരാധികളോടൊപ്പം നിൽക്കും എന്ന് പറയുന്നു. പോലീസിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ ജയിച്ച ഒരാൾ തന്നെ ആക്രോശം നടത്തുന്നു. അത് ഇടതുപക്ഷ മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ഇതിന് വിരുദ്ധമായി ഞാൻ പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഗണേഷ് കുമാർ ഒരു മുകേഷിന്റെ കാര്യത്തിൽ, മുകേഷിനെ ആ പാർട്ടി, അവിടെയുള്ള പാർട്ടി താക്കീത് ചെയ്ത് ഇരുത്തിയത് കൊണ്ടാണ് മുകേഷ് പോകാത്തതെന്നാണ്. MLA എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പടി തന്നെയാണ്. അത് MLA എന്നുള്ളതല്ല, ഭാവങ്ങളും ഇതിനകത്ത്. ഇത് സ്ക്രിപ്റ്റഡ് ആണോ?
ഇത് ഈ നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ഇതിന് രചിച്ചിട്ടുണ്ടോ? അല്ല, ഈ സ്ക്രിപ്റ്റിനേക്കാൾ ഉപരിയായിട്ട് ഈ 58 ദിവസമായിട്ട് ദിലീപ് ജയിലിനകത്ത് കിടക്കുക. അന്നൊന്നും ഈ പറയുന്ന പോലെ ഒരു പടയായിട്ട് ആളുകളൊന്നും പോയിട്ടില്ല. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ബോധ്യപ്പെട്ടെന്ന് അത് ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. ഒരു വിഭാഗം ന്യൂനപക്ഷത്തിനെങ്കിലും ഒരു ചിന്തയുണ്ട്, ദിലീപ് ഇതിനകത്ത് നിരപരാധിയാണോ, ആരോ ദിലീപിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു. പോലീസാണെന്ന് വിശ്വസിക്കുന്നില്ല, ചിലർ പോലീസാണെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പോലീസിന് ഇതിനകത്തൊരു കോൺസ്പിറൻസി ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. ദിലീപിനെ പോലെ സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു വ്യക്തിയെ ഇങ്ങനെ പോലീസിന് കോർണർ ചെയ്തിട്ട് പോലീസിന് എന്ത് കിട്ടാൻ പോകുന്നു? പോലീസിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നൊരു വലിയൊരു വിഷയമാണ്. ഞാൻ നേരത്തെയുള്ള ചർച്ചകളിലും പറയുന്നത് സംഭവമാണ്. പിന്നെ 2 തവണ ജാമ്യാപേക്ഷ തള്ളിയതും CD വായിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കോടതിയും കൂടാലും നടത്തുമെന്ന് ഈ കൂട്ടർ പറയുമോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കോടതി പറഞ്ഞിരിക്കുന്നത് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ്. അപ്പോൾ ആ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറഞ്ഞ വിധിയിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് 2ാം ജാമ്യാപേക്ഷയിലും പറയുന്നു. മൂന്നാമത്തത് സെഷൻസ് കോടതിയാണ് കൊടുത്തത് അല്ലേ? അത് ഒരു ഇളവാണ്, അത് തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ കൊടുക്കേണ്ടതാണ്. അതിനെ ആരും എതിർക്കേണ്ടത് ശരിയല്ല. അപ്പം അങ്ങനെ ഒരു ഇളവ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര്, ഞാൻ ഇന്നലെ കൂടി ചർച്ചയ്ക്ക് പോയി ഓണക്കോടികളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ആക്രമിക്കപ്പെട്ട സഹോദരിയുടെ വീട്ടിൽ ഈ പറയുന്ന ആരും പോയിട്ടില്ല, മാവേലി അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. ഇന്നലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകയെ വെടിവെച്ച് കൊന്നപ്പോഴത്തേക്കും ഇവിടെ ആദ്യത്തെ പ്രകാശ് രാജിനെ പോലുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു വിഷയം പൊതുസമൂഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ക്രിമിനൽ നടപടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. വളരെ ശക്തമായിട്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്നൊരു സംഭവത്തെ നമ്മൾ അതിനെ കുറച്ചും കൂടിയൊക്കെ സമചിത്തയോടുകൂടി ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകൾ പെരുമാറണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പറ്റി ബഷീറൊക്കെ പറയുന്ന പോലെ അമ്മയുടെ ജനറൽ ബോഡിയിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സൂചിപ്പിച്ചാണ്. പക്ഷേ ഇത് പരസ്യമായിട്ട് പറയുമ്പോൾ അത് പിന്നെ പോലീസിൻ്റെ മനോവീര്യത്തെ കെടുത്തുന്ന രീതിയിലാണ് അത് സംസാരിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരു ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പറയാം, ഇത് ഇങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നു, എൻ്റെ കോൺഷ്യസ് അതാണ്, ദിലീപ് നിരപരാധിയാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപിന് വേണ്ട നിയമസഹായങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. ചാനലിൻ്റെ മുമ്പിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരിക്കുന്ന ശ്രീ ഗണേഷ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. അത് മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പറയുമ്പോൾ ഒരിക്കൽ കൂടി ആലോചിക്കണമായിരുന്നു. ഇതിൽ കാണുന്ന ഒരു വലിയൊരു വിഷയം, ദിലീപ് നിരപരാധിയാണോ അപരാധിയാണോ എന്ന് കോടതി ഫൈനൽ പറയുമ്പോൾ, വിധി പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നിരപരാധിയോ ഇപ്പോൾ കോടതി തെളിയിക്കേണ്ട വിഷയങ്ങളാണ്. ഈ 120 ഒക്കെ എത്രമാത്രം തെളിയിക്കാൻ പറ്റുമോ നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജിൽ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സർക്കാരാണിത്. ആ സർക്കാരിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി വളരെ ശക്തമായ ഇൻസ്ട്രക്ഷൻ പോലീസിന് കൊടുത്തിരിക്കുകയാണ്. മുഖം നോക്കാതെ എത്ര ഉന്നതനാണെങ്കിലും അറസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണല്ലോ ഈ അറസ്റ്റ് നടന്നത്. ഇതൊരു 3 വർഷം മുമ്പോ 4 വർഷം മുമ്പോ ആയിരുന്നെങ്കിൽ ഇത്ര ഒരു അറസ്റ്റൊന്നും നടക്കത്തില്ലായിരുന്നു കേരളത്തിൽ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഷ്യം വരുന്നത് വരെ, പോലീസിൻ്റെ മോഡസ് ഓഫ് ഓപ്പറൻഡി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പോലീസിന് തെളിവുകളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ആരാണ് ലഭ്യരാകുന്നത്? പോലീസാണോ അതോ സപ്പോർട്ട് ചെയ്തവരാണെന്ന് അപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ വലിയ വിശദമായി തന്നെ അക്കാര്യത്തെ ചർച്ച ചെയ്യേണ്ടി വരും. ഈ കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ പോലീസിന് പിന്നെ മുഖം പൊത്താതെ നടക്കാൻ കഴിയില്ല. അങ്ങനെ പോലീസ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അങ്ങനെ പോലീസ് ചെയ്തിട്ടുണ്ട്. പല നിരപരാധികളെയും പോലീസ് നമ്പി നാരായണന്റെ വിഷയത്തിൽ അതൊരു പൊളിറ്റിക്കൽ അജണ്ട അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്പി നാരായണൻ സാറിനെ അറസ്റ്റിലാക്കുന്ന ആ ചാരക്കേസ്, ISRO ചാരക്കേസ് ഒരു പൊളിറ്റിക്കൽ അജണ്ട മാത്രമല്ല. നമ്പി നാരായണൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ്. അതെ, എന്നിരുന്നാലും അതിന് ഒരു കേസ് കിട്ടിയപ്പോഴാണ് അത് പൊളിറ്റിക്കലായി. അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ വലിയ അർത്ഥങ്ങളിലേക്ക് നിരപരാധികളെ പിടിച്ചകത്തിടുക, അതിനകത്തൊരു ഫെയിം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അത്ര ഒരു ഫെയിം ഈ കാര്യത്തിൽ പോലീസിൽ ഉണ്ടോ? ഈ അന്വേഷണ സംഘ തലവൻ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ചില ആളുകൾ, ഇപ്പോൾ നോക്കൂ, DGP ആയിരുന്ന TP സെൻകുമാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? വളരെ ബി സന്ധ്യക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ബി സന്ധ്യയെക്കുറിച്ച് ഗംഗേശാനന്ദ സ്വാമി പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ 13 മണിക്കൂറല്ല എത്ര മണിക്കൂർ ചോദ്യം ചെയ്യേണ്ടി വരും. അതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയാണെന്നുള്ള അതൊക്കെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പരാമർശിച്ചു വിട്ടത്. എല്ലാ ഭാഗവും പറയേണ്ടി വരുമല്ലോ. തുടരുക. നോക്കൂ, ശ്രീ ലിബർട്ടി ബഷീർ, ദിലീപിനെ ജയിലിനകത്ത് വെച്ചത് ദിലീപ് തൻ്റെ ഇൻഫ്ലുവൻസ്, ദിലീപിനെ ഏതൊക്കെ മേഖലകളിലാണ് ഇൻഫ്ലുവൻസ് എന്നത് സംബന്ധിച്ച് കോടതി വ്യക്തമാക്കി പറയുന്നുണ്ട്. ദിലീപ് കേരളത്തിലെ പ്രമുഖനായ ഒരു നടനാണ്. ദിലീപ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാളാണ്. തിയേറ്റർ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാളാണ്. നിർമ്മാതാവാണ്.
അപ്പോൾ വലിയ നിലയിൽ ഇൻഫ്ലുവൻസ് വീൽഡ് ചെയ്യാൻ കഴിയുന്ന ആൾ എന്നുള്ള നിലയിലാണ് ദിലീപിനെ കോടതി കാണുന്നത്. പക്ഷേ നോക്കൂ, ഇന്ന് മലയാള സിനിമയിലെ വലിയ തലകൾ ജയിലിൽ കുമ്പിട്ട് കയറി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആരാണ്? മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്തയാളായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂർ, രഞ്ജിത്ത്, അങ്ങനെ ജയറാം അടക്കം നിരവധി പേർ. അപ്പോൾ ഈ ദിലീപിനെ ജയിലിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം നേരത്തെ ഞാൻ നാദിർ ഷായുടെ കാര്യത്തിൽ ചോദിച്ചതുപോലെ തന്നെ ഇല്ലേ? ജയില് വേറൊരു തലത്തിലുള്ള കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഈ പറയുന്ന നാദിർ ഷായ അടക്കമുള്ള ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകളെ മുഴുവൻ കയറ്റിവിട്ട് ദിലീപിന് എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ ആസൂത്രണം ചെയ്യണമോ അതിനൊക്കെ സാധിക്കുന്ന വിധത്തിൽ. നിതീഷ്, ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ആനി പെരുമ്പാവൂർ, രഞ്ജിത്ത്, മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം പോയതിൽ നിതീഷ് വലിയൊരു ഒരു കാര്യമാക്കണ്ട. കാരണം അതെല്ലാം സ്വാഭാവികമായിട്ട് ഒരു ബിസിനസിന്റെ ഒരു ഭാഗമാണ്. കാരണം ദിലീപ് ജയിലിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം, ആനി പെരുമ്പാവൂരിനും രഞ്ജിത്തിനും പറഞ്ഞ ആൾക്കാർക്കെല്ലാം ദിലീപ് എന്ന വ്യക്തിന് ആവശ്യമാണ്. സിനിമയിലുള്ള കാലത്തോളം, പ്രായമാകുന്ന കാലത്തോളം സിനിമയിലുള്ള കാലത്തോളം ആവശ്യമാണ്. ഇവിടെ നാദിർ ഷാ പോയോട് നിങ്ങളുടെ വലിയൊരു ഭൂകമ്പം എന്ന് പറയും. നാദിർ ഷയും ദിലീപായിട്ട് എന്ത് സംസാരം നടക്കണമെങ്കിലും ജയിലിലുള്ള ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഇട്ട് കഴിഞ്ഞാലും അവിടെ ആശയവിനിമയം നടത്താൻ വേണ്ടി ജയിലിൽ തന്നെ ആ സംവിധാനം ഉണ്ട്. അത് പുറത്തൊന്നും പോകണ്ട. നാദിർ ഷാ എന്ത് സംസാരിക്കുന്നു, നാദിർ ഷാക്ക് എന്ത് സന്ദേശം കൊടുക്കണം എന്നുള്ളത് ദിലീപ് എന്ന വ്യക്തിയല്ല ഞാൻ പോയി ജയിലിൽ കിടന്നാലും എനിക്ക് സാധിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ജയിലിലും നമുക്ക് എന്ത് കാര്യങ്ങളും ആരറിയിക്കണമെന്നുണ്ടെങ്കിൽ ദിലീപിനെ ബന്ധപ്പെടുന്നതിന് വേണ്ടി നാദിർ ഷായെ ജയിലിനകത്ത് വിളിച്ചതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടാണ് ഈ കേസിനകത്ത് ദിലീപിനെ കൊടുക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസ് ഉണ്ടാക്കിയത്. അങ്ങനെ താങ്കൾ പറയുന്നത് പോലെ ദിലീപിന് അവിടെ ഫോൺ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ദിലീപ് ഏതെങ്കിലും ഒരു പോലീസുകാരനോട് പറഞ്ഞ് നാദിർ ഷായോട് ഇന്ന കാര്യങ്ങൾ പറയണോ എന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ അത് മറ്റൊരു തെളിവായി മാറും. അതേസമയം നാദിർ ഷായെ ദിലീപിനെ നേരിട്ട് ജയിലിൽ കാണാൻ കഴിയുമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സംവദിക്കാനും ചില ചെറിയ സംഭാഷണങ്ങളിലൂടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിയുകയും ചെയ്യും. ദിലീപ് ചെയ്തത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇന്ന് പോലീസ് സംശയിക്കുന്ന ഒരു പ്രതിയാണ് ദിലീപ്. പോലീസ് സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നാദിർ ഷാ. അപ്പോൾ ഇവരുടെ കൂടിക്കാഴ്ചയിൽ പോലീസ് സംശയിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ അവർക്ക് ആശയവിനിമയം നടക്കും. അവർക്ക് ഇനി നാദിർ ഷായെ പിടികൂടുന്ന സമയത്ത്, പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത് എന്ന് സംബന്ധിച്ച് ആശയവിനിമയം നടത്താനും അക്കാര്യത്തിൽ വ്യക്തത വരുത്താനും കഴിയും. നിതീഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പൾസർ സുനി എന്ന വ്യക്തി ദിലീപിനെ വിളിക്കാതെ നാദിർ ഷാനെ വിളിച്ചതും അപ്പുണ്ണിനെ വിളിച്ചതെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. കാരണം ദിലീപിനോട് പറയുന്ന അതേ വാചകം നാദിർ ഷായോട് പറഞ്ഞ കാര്യം നടക്കുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അവരെ തമ്മിൽ അത് നേരത്തെ ബന്ധം എന്നുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞു നാദിർ ഷാക്ക് എന്തെല്ലാം അറിയിക്കുന്നെങ്കിൽ ദിലീപിന്റെ അനുജൻ എല്ലാ ദിവസവും ജയിലിൽ പോയി സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ അഞ്ചൻ മുഖാന്തരം നാദിർ ഷാനെ അറിയിക്കല്ലേ. അവർ തമ്മിൽ വേറെ ഒരു സുകാര്യം പറയാനില്ല. ഇനി ഒരു മൊഴി കൊടുക്കണമെങ്കിൽ അത് നാദിർ ഷാന്റെ മനസ്സിൽ തോന്നുന്ന മൊഴി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. കാരണം രണ്ടു കൂട്ടർക്കും നാദിർ ഷാ കുറ്റക്കാരല്ല. നാദിർ ഷാ പണ്ട് ഈ സംഭവം കഴിഞ്ഞ ശേഷം മാത്രം നാദിർ ഷാ പിക്ചറിൽ വരുന്നുണ്ടാവും. അപ്പൊ നാദിർ ഷാ എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം എന്നുള്ളത് അവർക്ക് അങ്ങ് ആശയവിനിമയം നടത്താൻ വേണ്ടി വേറെ ആരും വേണ്ട. ദിലീപിന്റെ അഞ്ചിന് എല്ലാ ദിവസവും ജയിലിൽ പോയി കാണുന്നുണ്ടല്ലോ. പിന്നെ ഒരു ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ ഒരു 10-20 മിനിറ്റ് കണ്ടുകൊണ്ട് നാളെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റില്ല. നേരെ ശ്വാസം വെച്ചാൽ മതി. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പം ഈ ചാർജ് ചെയ്ത് കൊടുത്താലും ജാമ്യം കിട്ടാത്ത ഈ CBI കോടതിയിൽ, നമ്മുടെ കേരളത്തിന്റെ ഫസൽ വധ കേസിൽ CBI കോടതിയിൽ നിന്ന് കുറ്റപത്രം കൊടുത്തിട്ട് ജാമ്യം കിട്ടിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നില്ലേ. അപ്പം നാളെ ഇപ്പം കുറ്റപത്രം കൊടുത്താലും ദിലീപിന് ജാമ്യം കിട്ടാതെ നിൽക്കില്ല. അപ്പം അങ്ങനെയെങ്കിൽ ഈ CBI കോടതി കൊടുക്കുക. ഇപ്പം രണ്ടാൾക്കാർ എറണാകുളത്ത് നിൽക്കുന്നില്ല. അവർക്ക് എറണാകുളത്ത് പോകാൻ പാടില്ലെന്ന് പറയുന്നില്ലോ. അപ്പൊ കുറ്റപത്രം കൊടുത്താൽ കാലകാലം ജയിലിൽ കിടക്കുന്നില്ലെങ്കിൽ ആ ശിക്ഷാകാല കേസ് വിചാരണ കഴിയുന്നവരെ കോടതി അഡ്വക്കേറ്റ് ആളൂർ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെങ്കിൽ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടും. അതുകൊണ്ട് തന്നെ 90 ദിവസത്തിനുള്ളിൽ തീർച്ചയായും കുറ്റപത്രം നൽകാൻ, പ്രത്യേകിച്ച് ഇതൊരു ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് പോലീസ് ശ്രമിക്കുമല്ലോ. ഇതിനകം തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 60 ദിവസത്തേക്ക്. എങ്ങനെയാണ് താങ്കൾ ഈ കേസിനെ വിലയിരുത്തുന്നത്? ഒരു 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഈ കേസിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ പോലീസ് പുരോഗതി കൈവരിച്ചിട്ടുണ്ടോ?
തീർച്ചയായിട്ടും പോലീസ് അത്തരത്തിലുള്ള ഒരു പിഴവ് നടത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു 85-ാം ദിവസമോ അല്ലെങ്കിൽ 86-ാം ദിവസമോ കുറ്റപത്രം സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പക്ഷേ ദിലീപിന് ജാമ്യം കിട്ടാനുള്ള ഒരു വഴിയിലേക്ക് അഭിഭാഷകർ നീങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയാണെങ്കിൽ 167(2) അനുസരിച്ച് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ യാതൊരു കോടതിക്കും പ്രതിയെ തടഞ്ഞു വെക്കാനുള്ള അവകാശമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിനിമാ പ്രവർത്തകരെല്ലാം തന്നെ ഈ പറയുന്ന ദിലീപിനെ ജയിലിൽ വെച്ച് സന്ദർശിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന സിനിമാ പ്രവർത്തകരും കുറ്റം ആരോപിക്കപ്പെടുമെന്ന് പറയുന്ന ചോദ്യം ചെയ്യപ്പെട്ടവരാണ് ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണണം. അത് ജയിൽ അധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിൽ നിയമങ്ങൾ അനുസരിച്ച് എൻ്റെ അറിവ് വെച്ചിടത്തോളം പ്രതിക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളും ബന്ധുക്കൾക്കും മാത്രമേ പ്രതിയെ സന്ദർശിക്കാനുള്ള സാധാരണഗതിയിൽ അവകാശമുള്ളൂ. മറ്റുള്ളവർ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാദിർ ഷാ അടക്കമുള്ള അല്ലെങ്കിൽ കാവ്യമാധവൻ അടക്കമുള്ള പല വ്യക്തികളും സന്ദർശനം നടത്തുന്നത് അവർ ഈ കേസിലെ ഒന്നുകിൽ സാക്ഷികളോ അല്ലെങ്കിൽ പ്രതികളോ ആകാൻ പോകുന്നവരാണ്. അത്തരത്തിലുള്ളവർ സന്ദർശിക്കുമ്പോൾ അതിന് ഗൗരവത്തോടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കാണണമെന്ന് ഞാൻ ഈ പറയുന്ന കേസിനെ നോക്കി കാണുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിന്റെ അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ശ്രീ സുഭാഷ് ബാബു, താങ്കൾ നേരത്തെ പറഞ്ഞത് അത് സാങ്കേതികമായ ബുദ്ധിമുട്ടാണ് എന്നാണോ? തീർച്ചയായിട്ടും സാങ്കേതികമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലും നിഷേധിക്കും. അതായത് അവർ വന്നതിന് ശേഷം ഡിസ്ക്രിമിനേറ്റീവ് പവർ ഒന്നുമില്ല, റിലേറ്റീവ്സ് ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ്. അതുകൊണ്ട് ഈ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണോ അല്ലയോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് മറ്റ് സിനിമാക്കാർ പോയിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് ആളൂർ കൃത്യമായി സൂചിപ്പിച്ചത് നാദിർ ഷായും കാവ്യമാധവനും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. നാളെ ഇവർ പ്രതികളാകാൻ പോവുകയാണോ എന്നെ സംബന്ധിച്ച് പോലീസിന് വ്യക്തതയുണ്ട്, അത് ജയിൽ അധികൃതർക്ക് വ്യക്തത ഉണ്ടാവില്ലല്ലോ. പക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് ജയിൽ അധികൃതർക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇതൊരു ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് അറിവില്ല എന്ന് പറയാനാകില്ല. അവരെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ്. ഇല്ല, അതിൽ അങ്ങനെ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്യരുതെന്ന് റെസ്ട്രിക്ഷൻ വേണേൽ കോടതിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പോലീസിന് നേരിട്ട് ജയിലധികാരിക്ക് കൊടുക്കാൻ പറ്റില്ല, അവരത് സ്വീകരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ പോയി ചോദിക്കുമ്പോൾ കോടതി ചോദിക്കാം നിങ്ങളെ പ്രതിയാക്കിയില്ല, ചോദ്യം ജയിൽ നിയമം അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, ജയിൽ നിയമം അത് വേണ്ട എന്ന് പറയുന്നില്ല. ഈ കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുവരെ കൂട്ടുപ്രതികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ദിലീപ് ജയിലിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ കൂടെ ചോദ്യം ചെയ്തവരെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് ജയിൽ നിയമം നിഷേധിക്കുന്നില്ല, ജയിൽ നിയമം അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. അല്ല, അതിന് കോടതി മുഖാന്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഡയറക്ഷൻ കൊടുത്തില്ലെങ്കിൽ കോടതി ജയിൽ അധികൃതർ അത് ചെയ്യില്ല. കാരണം അവരോട് നിഷേധിച്ചാൽ അവരോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് അനുവദിക്കപ്പെടും. ഇപ്പോൾ രാഷ്ട്രീയ തടവുകാരൊക്കെ ഉണ്ട്, കൊലക്കേസിലെ പ്രതികളായിരിക്കും, കോൺസ്പിറസിയിലുള്ള എത്രയോ ആളുകൾ പോകുന്നുണ്ട്, എത്ര രാഷ്ട്രീയക്കാർ പോകുന്നുണ്ട് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് അങ്ങനെ ഒരു നിയമമില്ല, അതായത് ടെററിസ്റ്റ് കേസ് നോക്കൂ. അത് എസ് പി അദ്ദേഹം ജയിൽ മാനുവൽ കൂടുതൽ വായിച്ചു കഴിഞ്ഞാലായിട്ട് പുതിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ച്, സെൻട്രൽ ജയിലുകളിലെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ജയിൽ മാനുവലിലെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ബോംബ് സ്ഫോടനം പോലെയുള്ള തീവ്രവാദം പോലെയുള്ള കേസുകളിൽ ഇത്തരത്തിലുള്ള പ്രതികളെ ഈവൻ വക്കീലിന് പോലും കാണാൻ കോടതിയുടെ പെർമിഷൻ ആവശ്യമാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരു പ്രതിയെ ഈ അടുത്ത ബന്ധുക്കളല്ലാതെ കാണാൻ സാധിക്കുന്നത്? ഇപ്പോൾ ജയിലിലെ പുതിയ നിയമങ്ങൾ പറയുകയാണെങ്കിൽ ഒരു അഭിഭാഷകനെ ഐ കാർഡ് മാത്രം പോരാ, ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇത് ഈ പ്രതിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണോ എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് മാത്രമേ ജയിലിൽ ഈ പറയുന്ന കൂടിക്കാഴ്ച അനുവദിക്കുന്നുള്ളൂ. ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ജയിൽ മാനുവൽ ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം
വീഴ്ചകൾ ജയിലിൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം അത് അന്വേഷണത്തെ വളരെയധികം ബാധിക്കുന്നു. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് മറ്റൊരു തലത്തിലേക്കാണ് ഈ പറയുന്ന കൂടിക്കാഴ്ചകളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു പക്ഷേ അത് ദിലീപിന് തന്നെ ദോഷമായി തീരുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ കൂടിക്കാഴ്ചകൾ പോലീസ് ഉപയോഗിക്കുന്നുണ്ടാകുമെന്നാണോ? എനിക്ക് തോന്നുന്നത് അത് ഒരു 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 ദുർബലമായ വാദമാണ്. കാരണം ഈ ഘട്ടത്തിൽ ഒരു ചീട്ടുകെട്ട് ഒന്ന് അഴഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് വഴി എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ലാത്തൊരവസ്ഥ പോലെ തോന്നുന്നു കാര്യങ്ങൾ കണ്ടിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ നികേഷ്, ഞാൻ ഇന്ത്യയിലെ ഒരുപാട് ജയിലുകൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഈ ജയിലിൽ ഒരു ഇന്റർസെപ്റ്റ് വഴിക്കാണ്, ഈ ഇന്റർകോം വഴിക്കാണ് ചില ജയിലുകളൊക്കെ പ്രതികളുമായിട്ട് അഭിഭാഷകർക്ക് പോലും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് പോലും സംസാരിക്കാൻ സാധിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഒരു പക്ഷേ ഒരു കേസിന്റെ തെളിവിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കേസിലെ പ്രതി, ജയിലിൽ കിടക്കുന്ന പ്രതിയെയാണ് ദോഷകരമായി ബാധിക്കുക എന്നുള്ള ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം പ്രത്യേകിച്ചും ചില കേസുകൾ സങ്കീർണമായി നിൽക്കുന്ന സാഹചര്യത്തിലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കേസുകൾ വരുന്ന സാഹചര്യങ്ങളിലും അതുകൊണ്ടാണല്ലോ പോലീസ് എപ്പോഴും നിരീക്ഷിക്കുന്നത് ഒരു പ്രതി ജയിലിലായതിനു ശേഷം അവരെ കാണാൻ വരുന്നത് ആരാണ്. ബോംബെയിലെ ചില സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ടാഡ കേസുകൾ നടക്കുന്ന സമയത്ത് പ്രതിയെ ആരൊക്കെ സന്ദർശിക്കുന്നു, ഏത് അഭിഭാഷകർ സന്ദർശിക്കുന്നു, അവരാരുമായി ബന്ധപ്പെടുന്നു, ഇതൊക്കെ അന്വേഷിച്ച് മറ്റു പ്രതികളിലേക്ക് ചെന്നെത്തുന്ന ഒരു രീതി, അന്വേഷണ രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജയിൽ സന്ദർശനം എന്ന് പറയുന്നത് വളരെ ട്രൂലി റെസ്ട്രിക്റ്റഡ് ആണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അത് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള നടപടികൾ തീർച്ചയായിട്ടും ജയിലധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അല്ലെങ്കിൽ അവരതിനത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. എല്ലാവർക്കും കണ്ട് വന്ന് ആസ്വദിക്കുന്ന സ്ഥലമല്ലല്ലോ ജയിൽ എന്ന് പറയുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സത്രമല്ല ജയിൽ. അതുകൊണ്ട് വളരെ റെസ്ട്രിക്ഷൻ, അതിന് സമയപരിധിയുണ്ട്. ആ സമയത്ത് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. നോക്കൂ, ഒരു ഘട്ടത്തിൽ നാദിർ ഷാ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. തൊട്ടടുത്ത ദിവസം നമ്മൾ അറിയുന്നു അത് വീഡിയോഗ്രാഫി ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, രഞ്ജിത്ത് പോകുന്നു എന്ന്. രഞ്ജിത്ത് ഇന്നിപ്പോൾ സിനിമയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന സംവിധായകരിൽ പ്രമുഖനാണല്ലോ. രഞ്ജിത്ത് പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞാൻ പോയില്ല എന്ന് വേണ്ട എന്ന് കരുതി അങ്ങനെ കുറേ ആളുകൾ. അതിന് സമാന്തരമായി ദിലീപിന് അനുകൂലമായി ഇനി എതിർത്ത് നിൽക്കുന്നവരുണ്ട് എങ്കിൽ അവരെയും മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. നിഷാദ് പറയുകയാണ് നിഷാദിനെയും ഇപ്പോൾ ആളുകൾ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു ശ്രമമുണ്ടോ? ദിലീപിന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിയെടുക്കുക എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? നികേഷ്, ഒരു കാര്യം മനസ്സിലാക്കണം നികേഷ്. നികേഷിന് ഇടതുപക്ഷ ജനാധിപത്യ എല്ലാ മന്ത്രിമാരെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിനെ അറിയാം. പിന്നെ ഒരു കാര്യം നികേഷ് പറഞ്ഞു, നെല്ലി നെറ്റോ എന്നുള്ള ഒരു ചീഫ് സെക്രട്ടറി അവിടെ ഉണ്ട്. ഇപ്പം അടുത്തായിട്ടാണ് കഴിഞ്ഞ മാസമാണ് റിട്ടയർമെന്റ് ആയത്. അവരെല്ലാം ഇവർക്കെല്ലാവരും വഴങ്ങിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരിലും പിന്നെ ഇത്രയും സന്ധ്യ എന്നുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇങ്ങനെ ഈ അഴിഞ്ഞാട്ടം വിടുമെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. പിന്നെ നേരത്തെ രണ്ടാമത്തെ ചോദ്യത്തിൽ നികേഷ്, കേരളത്തിലെ ജയിലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നടത്താം. നമ്മൾ ജയിലിൽ കിടന്ന പല ജയിലിലും കിടന്ന വ്യക്തിയാണ് ഞാൻ തുറന്നു പറയാന്ന്. പണമുണ്ടെങ്കിൽ വല്ലപ്പോഴത്തെ എന്നെപ്പോഴത്തെ പണക്കാർ വല്ലപ്പോഴും ജയിലിൽ വന്നാൽ ജയിലാകുന്ന അവർക്ക് വല്ല കാശ് കിട്ടുന്നത്. കള്ളന്മാരും മറ്റേ കൊള്ളക്കാരും കൊലയാളികളും പോയത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കാശ് കിട്ടില്ല. ലിബർട്ടി ബഷീർ എന്തിനാണ് ജയിലിൽ കിടന്നത്? ഞാൻ എല്ലാ സാധന സമയത്ത് ഞാൻ കള്ളക്കടത്ത് കേസിൽ ഒരു 15 മാസത്തോളം സെൻട്രൽ കിടന്നുണ്ട്, സബ് ജയിലിൽ കിടന്നുണ്ട്. ഇതൊന്നും നമ്മൾ മറച്ചിട്ട് കാര്യമില്ലല്ലോ. പെണ്ണ് കേസിൽ ജയിലിൽ കിടന്നല്ല. അപ്പൊ ജയിലിലെ എല്ലാ വശങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ആരെല്ലാം സ്വാധീനിക്കാൻ പറ്റും, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ജയിലിൽ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും, ആരൊക്കെ നമ്മൾ ജയിലിൽ എങ്ങനെ കഴിഞ്ഞു കൂടിയത് അതേ എന്നെക്കാട്ടും ലിബർട്ടി ബഷീറിനെ സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെന്നാണല്ലോ കേട്ടുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് രതീഷിന്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ ലിബർട്ടി ബഷീറിനെ പലരും വളഞ്ഞു പിടിച്ചുവെന്നും ലിബർട്ടി ബഷീർ ഇപ്പൊ പറയുന്നതല്ല സത്യമെന്നും മറ്റേതാണ് സത്യമെന്നും ദിലീപ് നിരപരാധിയാണെന്നും ലിബർട്ടി ബഷീറിനെ അങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ലിബർട്ടി ബഷീർ പക്ഷം മാറി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നികേഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രതീഷിന്റെ മകളുടെ കല്യാണത്തിന് ഒറ്റ കുട്ടിയും ദിലീപിന്റെ കാര്യം ചർച്ച ചെയ്യില്ലെന്ന് സത്യം. അത് നമ്മളെ സുരേഷ് കുമാറുണ്ട്, ഞാനുണ്ട്, എൻ്റെ കുറെ എതിരാളികളുണ്ട്, കുറെ അനുകൂലമുണ്ട്. അവിടെ ദിലീപ് എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത്
അത് ആ സദസ്സിന്റെ അന്തസ്സായിരിക്കും. അത് എനിക്ക് ഞാൻ സുരേഷ് കുമാറിനെ എല്ലാം അഭിനന്ദിക്കുന്നത്. ഒരൊറ്റ കുട്ടിയും അവിടെ കൂടി ആരും ദിലീപിന്റെ ചർച്ച രണ്ട് രാത്രി നമ്മളുണ്ടായിട്ടും ആ ചർച്ച ചെയ്തിട്ടില്ല എന്നതിന്റെ സത്യം. ആ ചർച്ചയെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇപ്പൊ ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതി ഒരിക്കലും ഇല്ല. താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നുള്ള മാത്രമല്ല, ദിലീപിനെതിരെ ദിലീപിന്റെ മുൻ ശത്രുക്കൾ മാത്രമാണ് ദിലീപിന് എതിരായ നിലപാടെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് പോലും ദിലീപിന് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് യാഥാർത്ഥ്യമായി വരുന്നില്ലേ? ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറെ കൂടി ഒരു ബലം കിട്ടിയിട്ടില്ലേ ദിലീപിന്റെ പക്ഷത്തിന്? ഒരു സത്യസന്ധമായ വിലയിരുത്തൽ ശ്രീ ലിബർട്ടി ബഷീർ നടത്തും അക്കാര്യത്തിൽ? ഒന്നും നികേഷ് ഒന്നും സംഭവിച്ചില്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ദിലീപിന്റെ കുറുക്ക് വീണ്ടും വീണ്ടും മുറിയുകയും ചെയ്യുന്നുണ്ട്. ഇവർക്കിന് നേരത്തെ പറഞ്ഞ പോലെ ഗണേഷ് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പോലീസ് എല്ലാ വഴികളും നോക്കും. ഇവിടെ പോലീസിന്റെ മുഖം നശിപ്പിച്ചായിരുന്നു. ഇവിടെ പോലീസ് ഒന്നും സംഭവിക്കുന്നത് അവിടെ മുഖം നഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മുഖം നഷ്ടപ്പെടുന്നത്. അവിടെ അതിന് വഴിവെക്കുമോ മുഖ്യമന്ത്രി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിണറായി വിജയൻ എന്നുള്ള വ്യക്തി അതിന് വഴിവെക്കുന്നുള്ളത്? ഞാനും നിങ്ങളും കണ്ട പിണറായി വിജയനാണ്. അയാളുടെ മുഖം നഷ്ടപ്പെടാതിരിക്കാൻ കള്ളക്കേസ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ദിലീപ് ഏതോ നിലയിൽ സംശയിക്കപ്പെടുന്നു എന്ന് പോലീസ് കരുതുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ പിണറായി വിജയന് പോലീസിന്റെ മുഖം നഷ്ടപ്പെടും, എൻ്റെ സർക്കാരിന്റെ ഇമേജ് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ദിലീപിന് എതിരായിട്ടുള്ള തെളിവുണ്ടാക്കുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. പോലീസിന് അത് ശ്രമിച്ചാൽ പോലീസിന്റെ തിരിച്ചടിയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ കാര്യം വിട്ടേക്ക്. അതൊന്നും നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ. നികേഷ് ഒരു കാര്യം മനസ്സിലായിക്കോ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനത്തെ കള്ളക്കേസിന് വേണ്ടി പിണറായി വിജയൻ നിൽക്കില്ലെന്നാണ്. അല്ല, പുതിയ കേസ് ഉണ്ടാക്കാനില്ല. ഓൾറെഡി കിട്ടാനുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ ലിബർട്ടി ബഷീർ, അഡ്വക്കേറ്റ് ആളൂർ, എം എ നിഷാദ്, സുഭാഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.